നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മാസം 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഓണം കഴിഞ്ഞാൽ പെൻഷൻ പണം കൂടുന്നതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ 1600 രൂപയ്ക്ക് പകരം ഇനി അങ്ങോട്ട് 1750 രൂപയായിരിക്കും ലഭിക്കുക. ആർക്കെല്ലാമാണ് ഈ ഒരു വർധനവ് ബാധകമായിരിക്കുക? അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സെപ്റ്റംബർ മാസം പെൻഷൻ എന്നാണ് ലഭിക്കുക, എത്ര രൂപയായിരിക്കും ലഭിക്കുക, പുതിയ പെൻഷൻ അപേക്ഷിക്കുന്നവർ, അതല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പെൻഷൻ ഏതെങ്കിലും കാരണത്താൽ സസ്പെൻഡ് ആയവർ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 1600 രൂപയാണ്. നമുക്ക് ഈ മാസം 2 മാസത്തെ പെൻഷൻ ലഭിച്ചതോടുകൂടി തന്നെ ഇനി ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. നവംബർ, ഒക്ടോബർ മാസങ്ങളിലായിരിക്കും ഇനി ആ കുടിശ്ശിക ലഭിക്കുക. സെപ്റ്റംബർ മാസം നമുക്ക് ഒരു മാസത്തെ പെൻഷൻ 1600 രൂപയായിരിക്കും ലഭിക്കുക. അതിനുശേഷമായിരിക്കും പെൻഷൻ വർധനം ഉണ്ടായിരിക്കുക. ഇപ്പോൾ പെൻഷൻ വർധനം ഉണ്ടായിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി. അതിനുശേഷം യാതൊരു തരത്തിലുള്ള വർധനവും ഉണ്ടായിരുന്നില്ല. ഈ 2 വർഷത്തിൽ തന്നെ ഏകദേശം 8-9 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് ഓരോ മാസവും കൊടുത്തു തീർത്തിപ്പോൾ ഇനി ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി അങ്ങോട്ട് പെൻഷൻ വർധനവിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1600 രൂപയ്ക്ക് പകരം 1750 രൂപയായിരിക്കും ഇനി അങ്ങോട്ട് ലഭിക്കുക. നമ്മളെല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ ബജറ്റിൽ പെൻഷൻ പണം കൂടുന്നതിനെക്കുറിച്ച്. ഒരുപാട് ആളുകൾ അന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് പെൻഷൻ പണം എപ്പോൾ വേണമെങ്കിലും കൂട്ടാം, അതിന് പ്രത്യേക ഒരു കാലതാമസമോ അല്ലെങ്കിൽ സമയമോ ആവശ്യമില്ല, സർക്കാരിൻ്റെ നയപരമായ തീരുമാനം എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ നവംബർ, ഡിസംബർ മാസത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അതിനുശേഷം 2-3 മാസങ്ങൾക്കപ്പുറം തന്നെ നിയമസഭ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ആ സമയമാകുമ്പോഴേക്കും പെൻഷൻ കുടിശ്ശിക എല്ലാം കൊടുത്തു തീർത്ത് പെൻഷൻ പണം കൂട്ടാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പല ആളുകളും നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ ഇടാറുണ്ട്. അതിൽ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്, ഇഷ്ടപ്പെടാത്ത ആളുകളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ 3 മിനിറ്റെങ്കിലും കണ്ടതിന് ശേഷം മാത്രം വീഡിയോ ഇടുക. നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ 3 മിനിറ്റെങ്കിലും കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം. യൂട്യൂബിൻ്റെ ഒരു പുതിയ നിയമമാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം കമൻറ്റുകൾ ഇടുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ പെൻഷൻ അപേക്ഷിക്കുന്നവർ, അതല്ലെങ്കിൽ ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്കെല്ലാം ഇപ്പോൾ നല്ല വാർത്തയാണ് ലഭിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ചെറിയ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ആളുടെ പെൻഷൻ മുടങ്ങിയിരുന്നു, റിജക്റ്റ് ആയിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നത്. പെൻഷൻ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ഫാസ്റ്റാക്കുന്നുണ്ട്. നമുക്കറിയാം, ഇനി 2-3 മാസം മാത്രമാണ് പഞ്ചായത്ത് ഇലക്ഷന് ബാക്കിയുള്ളത്. അവർ പടിയിറങ്ങുന്നതിന് മുമ്പായി തന്നെ നൽകിയിട്ടുള്ള എല്ലാ അപേക്ഷകളും തീർപ്പ് കൽപ്പിക്കാൻ അവർ പരമാവധി ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെയാണ് ഇനി വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് സത്യവാങ്മൂലം. അവർ പുനർവിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യവാങ്മൂലം എല്ലാ വർഷവും നൽകണം. ആ സത്യവാങ്മൂലം നൽകാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള പെൻഷൻ ലഭിക്കുകയില്ല. അതും ഈ ഒരു സെപ്റ്റംബർ മാസത്തിലാണ് സാധാരണ നൽകാറ്. സെപ്റ്റംബർ, നവംബർ മാസങ്ങളിലാണ് നൽകാറ്. അതിന് സമയമാകുമ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അറിയിക്കുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ട്. ഇപ്പോഴും ഒരുപാട് ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പെൻഷനായാലും ശരി, ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനായാലും ശരി, അതല്ല വിധവ, വാർദ്ധക്യ, കാർഷിക, ഡിസബിലിറ്റി പെൻഷൻ പോലത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളും നിർബന്ധമായും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.